വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക? കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറീപ്ലേസബിൾ എന്ന് പറയുന്നത് പോലെയാണ് ലാൽ സർ. അനുമതി തന്നാൽ ലാലേട്ടൻ അഭിനയിക്കും എന്ന് മിന്നി പറഞ്ഞിട്ട് പോകും. തുടക്കം ജൂഡായിട്ട് ഒരു 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ 2 കഥ കൊണ്ടുവന്നു, അത് നമുക്ക് വർക്കായില്ല. പിന്നെ അപ്പം ഞാൻ വിശാഖപറഞ്ഞു ജൂഡൊന്നും ഇപ്പോൾ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിൻ്റെ. പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും, അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന്. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട്. അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാനും സുചിയും. It's unprofessional, unethical, and moreover, barbaric. It's barbaric. Yes. Wonderful improvement. If you're bad, I am your dad എന്നും കൂടെ പറഞ്ഞാലോ പക്ഷേ വേണ്ടല്ലേ, ജോലി കളയണ്ട. ഓക്കെ, ഇംഗ്ലീഷിൽ ഫയർ ചെയ്യുന്ന ബോസിന് ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുക എന്നത് ജീവിതാഭിലാഷമാക്കിയ അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. English Cafe presents you the perfect English. We present you the perfect English. WhatsApp now 9633888575. പ്രണവ് മോഹൻലാൽ. പ്രണവിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ചടങ്ങാണ്. സ്ക്രിപ്റ്റാണ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത്. ജൂഡ് സാർ ആണ് ലാലേട്ടന് സ്ക്രിപ്റ്റ് നൽകിക്കൊണ്ട് തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇതാ കൈമാറാനായിട്ട് ഒരുങ്ങുകയാണ്. നിങ്ങളെയൊക്കെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള ഞങ്ങളുടെ ആശീർവാദ് സിനിമാസിന്റെ ഏറ്റവും പുതുചിത്രമായ തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇവിടെ ഇതാ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഫ്രം ദ ഡയറക്ടർ ജൂഡ് ആന്റണി ടു അവർ വെരി ഓൺ മോഹൻലാൽ, ഞങ്ങളുടെ സ്വന്തം ലാലേട്ടന് സ്ക്രിപ്റ്റ് നൽകിക്കൊണ്ട് തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇതാ ഹാൻഡ് ഓവർ ചെയ്യുന്നു. മലയാള സിനിമ കണ്ട ഏറ്റവും ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റിൽ ഒന്നാകട്ടെ ഞങ്ങളുടെ തുടക്കം എന്നിവിടെ ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. 10 മണിക്ക് സ്വിച്ച് ഓൺ അതിന് മുമ്പായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇനി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ ഒരുങ്ങുന്നത് ഞങ്ങളുടെ സുജി മാം ആണ്. ക്ലാപ്പ് ഔട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രണവായിരിക്കും. സോ സ്വിച്ച് ഓണിന് വേണ്ടിയിട്ട് സുജി മാമിനെ ഞങ്ങളൊന്ന് മുന്നോട്ട് ക്ഷണിക്കുകയാണ്. സ്വിച്ച് ഓൺ നിർവഹിച്ച് നമുക്ക് വേണ്ടി ഇവിടെ ക്ലാപ്പ് ചെയ്യാനായിട്ട് പ്രണവിനോട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. റൈറ്റ് ഫ്രം ആശീർവാദ് സിനിമാസ് തുടക്കം എന്ന ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഞങ്ങൾ ഇവിടെ ഇതാ നിർവഹിക്കുകയാണ്. പ്രണവാണ് ക്ലാപ്പ് ചെയ്യാൻ പോകുന്നത്. പ്രണവാണ് ക്ലാപ്പ് ആൻഡ് സുജി മാം ആണ് സ്വിച്ച് ഓൺ നിർവഹിക്കുന്നത്. സുജി മാം സ്വിച്ച് ഓൺ നിർവഹിച്ചുകൊണ്ട് പ്രണവ് is going to do the first clap for the തുടക്കം മൂവി. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശീർവാദ് സിനിമാസിന് വേണ്ടി തുടക്കം ഞങ്ങൾ ഇതാ സ്വിച്ച് ഓൺ നിർവഹിച്ചിരിക്കുന്നു. പ്രണവ് മോഹൻലാൽ ആണ് നമുക്ക് വേണ്ടി ക്ലാപ്പ് ഇവിടെ ഇതാ ക്ലാപ്പ് ബോർഡ് ഇത് ചെയ്തിരിക്കുന്നത്. സോ ഇനി നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ആ ഒരു വലിയ അനൗൺസ്മെൻറ്റിലേക്ക് ഞങ്ങളിവിടെ ഇതാ കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നമുക്കറിയാം ഈ ഒരു ചിത്രം അനൗൺസ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ നമ്മളെല്ലാവരും കേൾക്കാൻ കൊതിച്ചൊരു കാര്യം, കാണാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇത് തന്നെയാണ്. ഇത്രയും വലിയ ലെജൻസിൻ്റെ ഈ ഒരു മുമ്പാകെ ഇനി ആ ഒരു വലിയ അനൗൺസ്മെൻറ്റിലേക്ക് ഞങ്ങൾ ഇതാ ഒരുങ്ങുകയാണ്. അഭിനയ തികവ് കൊണ്ട് മികവ് കൊണ്ട് മലയാള സിനിമയുടെ യശസ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ച ആ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ ലാലേട്ടൻ്റെ ഫാമിലിയിൽ നിന്നും ലെഗസിയിൽ നിന്നും ഇതാ ഒരു പുത്തൻ താരോദയം കൂടി സംഭവിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതെ, ഇനിയുള്ള അഭ്രപാളികളിൽ വിസ്മയം തീർക്കാനായി, മലയാളി മനസ്സിൽ വിസ്മയം നിറയ്ക്കാനായി, with all pride and prestige, let's welcome വിസ്മയ മോഹൻലാൽ. വിസ്മയ മോഹൻലാൽ നമ്മുടെ സ്വന്തം വിസ്മയന് ഒരു ബൊക്കെ നൽകിക്കൊണ്ട് ആന്റണി ചേട്ടൻ വെൽക്കം ചെയ്യാണ് ആശീർവാദിന് വേണ്ടി മലയാള സിനിമയിലേക്കുള്ള നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ലെറ്റ്സ് ഹാവ് ഇറ്റ് ഫോർ വിസ്മയ മോഹൻലാൽ.
വിസ്മയക്ക് ആശീർവാദന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബൊക്കെ നൽകിക്കൊണ്ടാണ് മായേനെ ഞങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് മലയാളത്തിന് വേണ്ടി ഇവിടെ ഇതാ സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നു. മലയാള സിനിമയ്ക്ക് വേണ്ടി മച്ച് വെയിറ്റഡ് മൊമെന്റ്. നമ്മൾ അറിഞ്ഞത് തൊട്ട് വിസ്മയനെ കാണാനായിട്ട് മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കൊതിക്കുകയായിരുന്നു. ആൻഡ് ലാൽ സർ ബീങ് എ പ്രൗഡ് ഫാദർ ആയിട്ട് ഞങ്ങളുടെ ലാലേട്ടനായിട്ട് ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ കാര്യം ഓർക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം, 48 വർഷം മുമ്പാണ്. പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല. അഭിനയിക്കാൻ വന്നു, അഭിനയിച്ചു, അടുത്ത സിനിമയായി. പിന്നെ മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കളിൽ ഒരു ഓഡീഷന് പോയി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന്. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട്. അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാനും ശുചിയും. വളരെ കാലത്തിന് ശേഷം അപ്പു ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തോന്നി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടർ ആകുന്നത്. അതുപോലെ തന്നെയാണ് അപ്പുവും 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടർ ആകുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. അതുപോലെ അപ്പുവും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി. മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു, ബെസ്റ്റ് ആക്ട്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ്, ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല. അതൊരു കാലത്തിൻ്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. എന്നെ എൻ്റെ കൂടെയുള്ളത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ്, ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നതും. 48 ഇയേഴ്സായി. അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും, ഒരു പ്രീ ഡിസ്റ്റൈൻഡ് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്, വിസ്മയ മോഹൻലാൽ എന്നാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ആക്സിഡൻ്റായിട്ടാണ്. മായയ്ക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അപ്പം അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനിയുണ്ട്, ആൻ്റണി പെരുമ്പാവൂരുണ്ട്. അതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പോൾ അതിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകണം. അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ്. ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയാം. അതിന് ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽ ഉപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവണം. നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ കാര്യം, എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എൻ്റെ co-stars, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നവർ, എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ഒരു കോൺഗ്രസ്, ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. സിനിമയിൽ പോലും എത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം, നല്ല സബ്ജക്റ്റുകൾ കിട്ടണം, നല്ല കൊളീഗ്സ്, കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് അപ്പുവിൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകുകയാണ്. അപ്പോൾ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേർക്കും, ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം. പിന്നെ തീർച്ചയായിട്ടും ആൻ്റണിയുടെ കാര്യം എടുത്ത് പറയാം. ആൻ്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പുവും മായയും സിനിമയിൽ വരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദേ ഹാവ് ടു പ്രൂവ്, അല്ലേ? അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം, ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം ആദ്യം എന്നൊരു സിനിമ അപ്പുവിനെ വെച്ച് ആൻ്റണി എടുക്കാൻ തീരുമാനിച്ചത്. ഇതുപോലെ തന്നെയാണ് തുടക്കം. എന്തായാലും വളരെ സന്തോഷം. ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. മറ്റാരുമല്ല, ആൻ്റണിയുടെ മകനാണ്. മോനെ കം. അദ്ദേഹം അവിടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ്. പിന്നെ ഇതിലൊരു കഥാപാത്രം ഇതെഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു. വേറെ ഒരു സിനിമയിൽ, കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റോള് അഭിനയിച്ചിട്ടുണ്ട്.
മോനിപ്പം ദുബായിലാണ്, നമ്മുടെയാണ്. ഈസ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ, നല്ലൊരു മാർഷ്യൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ്, ആൻഡ് വെരി നൈസ് പേഴ്സൺ. അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല, ഇതും കൂടെ അതിന് ആഡഡ് അട്രാക്ഷനാണ്. അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. ഇപ്പം ആൻ്റണി പറഞ്ഞു, സാറേ ഇത് ആരെ അറിയിക്കണം? നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം, കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ. പിന്നെ ആൻ്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട്. വളരെ രണ്ടുപേർക്കും, മോനും ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം മൈ ഫാമിലി, ഫ്രം ദ ഫ്രറ്റേണിറ്റി. എല്ലാ ഈശ്വരൻ്റെ സഹായം ഉണ്ടാകട്ടെ, ഭാഗ്യം ഉണ്ടാകട്ടെ, നല്ല കൊളീഗ്സ് ഉണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി. ആൻ്റണി 2 വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു. യെസ്, ആശീർവാദിന്റെ ആന്റണി പെരുമ്പാവൂർ, ലാലേട്ടന്റെ സ്വന്തം ആന്റണി ചേട്ടനാണ്. ആന്റണി ചേട്ടാ ഇന്ന് ഏറ്റവും ബൊക്കെ കൊടുത്ത ലാൽ സാറ് ആശിഷിന് വെൽക്കം ചെയ്യണം. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ആശിഷിനതേ ഞങ്ങളുടെ ലാലേട്ടൻ ഹഗ് ചെയ്ത് ബൊക്കെ നൽകിക്കൊണ്ട് ഞങ്ങളിവിടെ ഇതാ ഈ ഒരു ഫ്രറ്റേണിറ്റിയിലേക്ക്, ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്നൊരു മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ലാൽ സാറിന്റെ എല്ലാമായി ഞങ്ങളുടെ ആന്റണി ചേട്ടൻ ഇന്ന് ഇതാ പ്രൗഡ് ഫാദർ ആയിട്ട് നിൽക്കുകയാണ്. വാട്ട് യു ഹാവ് ടു സേ സർ? സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിൽക്കുന്നത്. കാരണം മോഹൻലാൽ സാറിൻ്റെ കൂടെ ചേർന്ന് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി. ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു. ആ കുടുംബത്തിൽ നിന്ന് ആദി എന്ന സിനിമയിൽ പ്രണവിന് ഒരു സിനിമ അഭിനയിക്കുക എന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു. അതിനുശേഷം വിസ്മയ മായക്കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിനെ നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് ജോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു മൊമെൻ്റാണ്. മോഹൻലാൽ സാർ, ചേച്ചി, മായ, ഇതൊരിക്കലും മറക്കില്ല ജീവിതത്തിൻ്റെ യാത്രയിൽ ഒന്നും. ജൂഡ് ഈ സിനിമ ആദി എന്ന സിനിമ ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തെ പോലായിരുന്നു. അതുപോലെ തന്നെ ജൂഡും ആദ്യമായി സംസാരിച്ച സമയം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ജൂഡിൽ ഏൽപ്പിക്കുന്നു. ജൂഡ് ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ തന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു. എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം. ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. വന്ന എല്ലാവരോടും മതിയായ സ്നേഹം. നന്ദി, നമസ്കാരം, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇതാ 2 താരങ്ങളെ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് സുജി മാമിനോടാണ്. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ നടൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഇതാ വിസ്മയ മോഹൻലാലിൻ്റെ അമ്മയായിട്ട് നിൽക്കുകയാണ്. ലാൽ സാറിൻ്റെ വൈഫായിട്ട് എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക? ലാൽ സാറിൻ്റെ വൈഫായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക? കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറീപ്ലേസബിൾ എന്ന് പറയുന്നത് പോലെയാണ് ലാൽ സാർ. ചേട്ടൻ്റെ വൈഫായിട്ടിൻ്റെ കൂടുതൽ മായൻ്റെ അമ്മയായിട്ടല്ലേ എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാനുള്ള അഡ്വൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയും പറഞ്ഞിട്ടല്ലേ ബോറടിപ്പിക്കണ്ട. എത്ര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് മാം. ഇറ്റ്സ് എ വെരി പ്രൗഡ് മൊമെന്റ് എനിക്ക്. How do you all do this? I mean, anyways, I'm not used to. Anyways, so actually it's a very special day for me because it marks my daughter Vismaya's തുടക്കം into this beautiful world of cinema. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് കുറേ കൊല്ലത്തിന് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ഓർമ്മ വരുന്നത്. മായയും അപ്പുവും, ഐ തിങ്ക് അപ്പു ഒരു 12 and മായ 8 ആയിരിക്കുമ്പോൾ വീട്ടിൽ we did a home film called Angry Maya. And Appu was the director and actor and Maya was playing the main character. ഞാൻ എന്നിട്ട് ക്യാമറേൻ്റെ പിന്നിലായിരുന്നു. അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ദാറ്റ് 2 പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വയ്ക്കുന്നു. So it's all God's pre-planned destiny that's come about, and I think the universe also works towards it when he wants it that way. And today actually ee kollam thane is very special to us
ബിക്കോസ് എൻ്റെ ചേട്ടന് ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് കിട്ടി. ഇന്ന് അപ്പുവിൻ്റെ DS ഹീറോയിൻ്റെ റിലീസാണ്. അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഇഫ് ഹീസ് ഗോയിങ് ടു ആക്ട് എല്ലാം കൊല്ലം കുറേ സിനിമ വരുന്നുണ്ട് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. പക്ഷേ ഇവൻ വന്നിട്ട് 2 കൊല്ലത്തിൽ ഒരു പടം ചെയ്യും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ്, ഫസ്റ്റ് ഫിലിം. എവറി ഇയർ ഹി ഡസ് എ ഫിലിം, സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. And I take this opportunity to wish the DS Hero team all the best for their big day today. പിന്നെ കമ്മിങ് ടു തുടക്കം, ആക്ച്വലി മായ എന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് അഗോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു. ആൻഡ് ലൈക്ക് ഹി സെഡ് ബിഫോർ, ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ബട്ട് ആസ് പേരൻസ് നമ്മളുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിൻ്റെ പറ്റി അവരെന്തെങ്കിലും പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദെം ഇൻ എനി വിച്ച് വേ വി ക്യാൻ, ആൻഡ് ദാറ്റ്സ് വാട്ട് വീവ് ഡൺ. ആൻഡ് അങ്ങനെയാണ് തുടക്കം. ജൂഡായിട്ട് ഒരു 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ 2 കഥ കൊണ്ടുവന്നു, അത് നമുക്ക് വർക്കായില്ല. പിന്നെ അപ്പം ഞാൻ വിശാഖപറഞ്ഞു, ജൂഡൊന്നും ഇപ്പോൾ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിൻ്റെ. പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും, അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. അതെല്ലാം കേട്ടിട്ട് ഞാൻ ആൻ്റണിയത്ത് പറഞ്ഞു, ആൻ്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട്. ആൻ്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു, ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ? അപ്പം ഞാൻ ആൻ്റണിയെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ചോദ്യം അത്? ആൻ്റണി, ആശീർവാദ് സിനിമാസ്. അപ്പോൾ ആൻ്റണി ഞാനോ? ഞാൻ പറഞ്ഞു വേറെ ആര്, ആൻ്റണി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ആൻ്റണി വെരി ഗ്രേഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് എ റിയാലിറ്റി ടുഡേ. താങ്ക് യു ജൂഡ്. And thank you to all the people who are working behind Thudakkam. And Maya, this is for you. With your grandparents' blessings, ividella ellarudeയും blessings, and by the grace of God, I wish you all the very best in your new beginning for your Thudakkam. Thank you. And, yes. ആശിഷിനെ ആദ്യം ഇവിടെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ആശിഷ് all the very best. I can't say it's your Thudakkam because you were there in Empuran, but still all the very best. You guys will rock. Thank you so much, ma'am. Thank you. ഇനി ഞങ്ങളുടെ തുടക്കത്തിൻ്റെ ഡയറക്ടറായ ജൂഡേട്ടനാണ്. ജൂഡേട്ടാ, ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പോൾ നിൽക്കുകയാണ്, വലിയൊരു ലോഞ്ചാണ് നമ്മൾ കാണുന്നത്. സോ ബീങ് ദ ഡയറക്ടർ ഫോർ ദ സെയിം, എന്താണ് സർ ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ആക്ച്വലി ഇപ്പോൾ മായനേക്കാളും കൂടുതൽ ടെൻഷൻ എനിക്കാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജ ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷേ ഇത് എന്താ പറയുക, ഒരു ചെറുപ്പത്തിലേ മുതൽ ലാലേട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആള് ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലേട്ടൻ്റെ ഫാമിലിയിലെ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലേട്ടൻ്റെ ഫാമിലിയുടെ കൂടെ. പ്രത്യേകിച്ച് എനിക്ക് മായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ക്വയറ്റായിട്ടുള്ളൊരു കുട്ടിയാണ്. ഭയങ്കര ശാന്ത സ്വഭാവം, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അയാളുടെ ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ സിനിമയുടെ യാതൊരു മായയില്ലാതെ വരുന്ന ഒരു മായയാണ് ഈ മായ. അപ്പോൾ അതുകൊണ്ട് അത്ര സന്തോഷം എനിക്കുണ്ട്. എന്താ പറയുക, എല്ലാവരോടും പറയാനുള്ള ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ്. അതുകൊണ്ട് ഞങ്ങളിത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. ആനന്ദ ചേട്ടനും ചേച്ചി ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പല കാര്യങ്ങളും. ഈ പടം എഴുതിയിരിക്കുന്നത് ലിനീഷ് ബാലയും അഖിൽ കൃഷ്ണ എന്ന 2 പേരും കൂടി ഉണ്ട്. അവരുടെ ഉണ്ട്, അവരുടെ കൂടെ ഞാനും ചേച്ചിയും ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന്, കാരണം ഇത് ഓരോ പ്രാവശ്യം നമ്മൾ മിനുക്കി എല്ലാവർക്കും ഇഷ്ടമാവണം എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും അനുചേട്ടൻ്റെയാണ് ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത്. പിന്നെ ഞാൻ തന്നെയാണ് അനുചേട്ടനോട് പറഞ്ഞത്, ചേട്ടാ ഇതിനകത്തൊരു കഥാപാത്രമുണ്ട്, അത് ഞാൻ ആശിഷിനെ കൊണ്ട് ചെയ്യിച്ചോട്ടെ എന്ന് ചോദിച്ചത്. കാരണം എനിക്ക് ആശിഷിനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിന് ആപ്റ്റാണ് തോന്നിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അനുചേട്ടനെ സന്തോഷത്തോടെ പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാം ഏതാണ്ട് ഒത്തു വരുന്നു. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അങ്ങനെ ഇതാ തുടക്കത്തിൻ്റെ തുടക്കം നമ്മളിവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വിളക്ക് തെളിയിച്ച് ഞങ്ങളുടെ ബാക്കിയുള്ള ഡിഗ്നിറ്ററീസിനെ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ആശിഷിലേക്ക് ഞങ്ങളൊന്ന് പോവാണ്. ആശിഷ്, ഇതാ ഒരു വലിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ആശീർവാദിനെ ഇതാ നമ്മുടെ ആന്റണി സർ ഓൾറെഡി ഈസ് ഓൺ സ്റ്റേജ്. എന്താണ് പറയാനുള്ളത് ആശിഷ്? വെരി ഗുഡ് മോർണിംഗ്.
വളരെ സന്തോഷം. ലാലങ്ങളുടെ കുടുംബവും എൻ്റെ കുടുംബവും we've been a family since the beginning and I see that as the biggest blessing. അതിന് കൂടെ തന്നെ മായ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു ഭാഗാവാൻ പറ്റുക is again the greatest thing that happened in my life and I'm really happy and grateful to be standing here. ഈ ഒരു അവസരം തന്ന ജൂഡേട്ടനും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. Thank you so much ചേട്ടാ. And I'm requesting everybody's prayers and blessings. And once again, thank you so much. സോ ഞങ്ങൾ പറഞ്ഞതുപോലെ ദുബായിലാണ് ആശിഷ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ആശീർവാദിൻ്റെ ആ ഒരു ആശിഷ് തന്നെ ഈ ആശിഷാണ്. അപ്പോൾ ഞങ്ങളുടെ വിസ്മയ മോഹൻലാലിനും സർ ആശീർവാദ് സിനിമാസിന്റെ തുടക്കത്തിന്റെ ഈ ഒരു പൂജാ ചടങ്ങിൽ ദിലീപേട്ടൻ എത്തിയിരിക്കുകയാണ്. ദിലീപേട്ട, വിസ്മയ മോഹൻലാൽ തുടക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപേട്ട, എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്നെ വിളിക്കൊന്നും പ്രതീക്ഷിച്ചില്ല. വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് 1992 ഞാൻ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അന്ന് അതിൻ്റെ നിർമ്മാണം ബാലയ സാറിൻ്റെ മകനായ സുരേഷ് ബാലയ സാറാണ്. ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്തു പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ്, കെ ബാലാജി സാർ. ഇവിടെ ഇന്ന് ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു കാര്യം സുചേച്ചിയാണ്. ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരു വലിയ നിർമ്മാതാവിൻ്റെ അമിതാഭിൻ്റെ മകള്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ട്, അതുപോലെ 2 കുട്ടികൾ, അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പുണ്യമാണ്. അവരുടെ വളർച്ച, നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടൻ്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആന്റണി ബൈനെ. അദ്ദേഹത്തിൻ്റെ വളർച്ച, അദ്ദേഹത്തിൻ്റെ പ്രയത്നം. അപ്പോൾ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിൻ്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ്. എനിക്ക് തോന്നുന്നു MBA ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ MBAക്കാർ കണ്ടുപഠിക്കുന്നത് ആന്റണി ബൈനെയാണ്. അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും എല്ലാം. ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ, ലാലേട്ടൻ്റെ വിസ്മയ, സുചേച്ചിയുടെ വിസ്മയ മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭായിയുടെ മകൻ ആശിഷ്, അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ. പിന്നെ അപ്പുവിൻ്റെ സിനിമ റിലീസാവാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജൂഡ്, വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ജൂഡിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിൽ വലിയ സന്തോഷമാണ്. കാരണം ജൂഡിൻ്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ, ഗംഭീരമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സോ ഞങ്ങളുടെ തുടക്കത്തിന്റെ ടെക്നീഷ്യൻസ് ആണ് ഈ ഒരു വേദിയിലുള്ളത്. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി സർ ഇസ് ഓൺ ഹിയർ, ഡയറക്ടർ ജൂഡ് ആൻഡ്, ഒപ്പം തന്നെ കോസ്റ്റ്യൂമർ അരുൺ മനോഹർ, കൂടാതെ മേക്കപ്പ് ജിതേഷിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ലാൽ സാർ ഈ ഒരു വേദിയിലുണ്ട്. തുടക്കം ചിത്രത്തിന്റെ ടെക്നീഷ്യൻസ്, ഒപ്പം തന്നെ ലാൽ സാറുമാണ് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. ഇനി ഞാൻ ആന്റണി സാറിന് മൈക്ക് കൈമാറുമ്പോൾ, സാർ മീഡിയയ്ക്ക് വേണ്ടിയാണല്ലോ ഈ ഒരു സമയം, സാറാണ് പറയേണ്ടത്. എങ്ങനെയാണ്, ഏതുതരം ചോദ്യങ്ങൾ ഇനിയത്തെ സാറാണ് പറയേണ്ടത്. ഇത് ഒരു സന്തോഷ സമയമാണല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വരുന്നു, പിരിയുന്നു, എല്ലാം കഴിയുമ്പോൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ
ഒരു സന്തോഷകരമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം ഈ സിനിമയെക്കുറിച്ച്. അപ്പോൾ അതിനൊരു ഒരു 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 ഉത്തരം പറയാൻ വേണ്ടിയാണ് ജൂഡിനെ കൂടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്താണെന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും ഒരു ഓപ്പൺ പാനൽ ഡിസ്കഷൻ ആണ്. ഈ പറഞ്ഞതുപോലെ ഡയറക്ടർ ഉണ്ട് ചോദിക്കാൻ. സർ നമുക്കൊന്ന് ഫ്രണ്ടിലോട്ടും കൂടെ ഓക്കെ. സോ എനി ക്വസ്റ്റ്യൻസ് ഫ്രം ദ മീഡിയ? തുടക്കം സിനിമയെ പറ്റിയുള്ള ചോദ്യങ്ങൾ എന്തും ചോദിക്കാം. തുടക്കം എന്ന ചിത്രത്തെ പറ്റി എനി ക്വസ്റ്റ്യൻ? യെസ്, ഒരു ചോദ്യമുണ്ട്. ജൂഡ് സർ, 2018 ശേഷം ഇങ്ങനെ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സ്പെക്ടേഷൻസ് കൂടുതലാണ്. അപ്പോൾ ലാൽ സാറുമായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ആ ഒരു ഫാമിലിയിലേക്ക് പോകണമെന്നുള്ള ഓൾറെഡി ഒരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഇത്രയും വലിയൊരു ക്രൂവിനോട് ഞങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് കൂടുവാണ്. ഒരു ഓവർ വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ ഒരു സിനിമയും ആരും പ്രതീക്ഷിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഇത് ആക്ച്വലി കഥ തന്നെയാണ്. ഞാൻ എല്ലാ സിനിമകളും ചെയ്യുമ്പോഴും 2012 സിനിമ ചെയ്യാൻ കാരണം വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ടാണ് അങ്ങനെ സിനിമ ഉണ്ടായത്. കാരണം ആ സമയത്ത് ഞാനൊന്നും അറിഞ്ഞില്ല. അതുപോലെ ഒരു നല്ലൊരു കഥയാണ്. ലിനീഷ് ബാല എന്ന് പറഞ്ഞ പുതിയൊരു എഴുത്തുകാരാണ്, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥയിൽ അഖിൽ കൃഷ്ണ എന്ന് പറഞ്ഞ മറ്റൊരു പുതിയ എഴുത്തുകാരനാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ടൊരു കഥ, എനിക്ക് തോന്നുന്നു ഇത് കോവിഡ് സമയത്ത് വന്നൊരു കഥയാണ്. അതിനുശേഷം പല രീതിയിൽ അതിന് മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ചേച്ചിയുടെ ഭാഗത്തു നിന്നായാലും അനുജൻ്റെ ഭാഗത്തു നിന്നായാലും ലാൽ സാറിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാം കൃത്യമായ എന്താ പറയുക, ആ കഥയിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ഓരോ സിനിമയ്ക്കും ഓരോ അപ്രോച്ചായിരിക്കും. 2018 കഴിഞ്ഞുപോയി. അതിനുശേഷം മറ്റൊരു സിനിമ, എനിക്കൊരു സിനിമ ചെയ്യാൻ തോന്നുമ്പോൾ മാത്രം, പട്ടിണിയാകുമ്പോൾ മാത്രം സിനിമ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇതൊരു ചെറിയ സിനിമയാണ്. നേരത്തെ വൈശാഖേട്ടൻ എനിക്കൊരു പണി തന്നിട്ട് പോയി, ഇത് ആക്ഷൻ സിനിമയാണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇതിനകത്തൊരു ആക്ഷൻ ഉണ്ട്, പക്ഷെ ഒരു ആക്ഷൻ സിനിമയൊന്നുമല്ല. ഇതൊരു സാധാരണ കുടുംബചിത്രമാണ്. നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കഥയാണ്, അത്രയേ ഉള്ളൂ. വിസ്മയെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ടല്ലോ ഈ ചിത്രത്തിൽ, എന്തുകൊണ്ടാണ് വിസ്മയ വന്നത്? അല്ല, എനിക്കത് ഒരു കഥാപാത്രത്തിന് ആപ്റ്റാണോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ആക്ച്വലി ഇപ്പോൾ എനിക്ക് മായ കണ്ടപ്പോൾ ഈ കഥാപാത്രം ചെയ്യാൻ പറ്റിയ ആളാണെന്ന് തോന്നി. പിന്നെ അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണോ അല്ലെങ്കിൽ നമുക്കൊരു 2 സീനൊക്കെ ചെയ്യിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങളടുത്ത് ഞാൻ തള്ളി മറിക്കുന്നില്ല, ബാക്കി സിനിമയിൽ കണ്ടോളൂ. ഇപ്പം ഈ ലാസ്റ്റ് ഇറങ്ങിയ തുടരൂല് പോലും ലാലേട്ടന്റെ ആക്ഷൻ ഭയങ്കര കയ്യൊടിയോടെ കണ്ടോണ്ടിരുന്ന ഒരു പ്രേക്ഷകരാണ്, സമൂഹത്തിന്റെ ഇടയിലാണ് ഈ ചിത്രം ഇറങ്ങാൻ പോകുന്നത്. അപ്പം ഈ പറയുന്ന പോലെ വിസ്മയുടെ റീൽസിലും കാര്യങ്ങളിലൊക്കെ അതിഗംഭീരമായിട്ടുള്ള എന്താ ആക്ഷൻ പഠിക്കുന്ന രംഗങ്ങളാണെങ്കിലും ഇതുപോലെ മാർഷൽ ആർട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷക സമൂഹത്തിലേക്കാണ് ഈ ചിത്രം ഇറങ്ങുന്നത്. അപ്പം ആ കഴിവുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കുമോ? അല്ല, മായ ആക്ച്വലി പോയംസ് എഴുതുന്ന ആളാണ്, ബുക്ക് എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ മായയ്ക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. നമ്മൾ നമ്മുടെ കഥയ്ക്ക് ആവശ്യമായ ചില കാര്യങ്ങളിൽ മായയിലൂടെ, മായ എന്ന വ്യക്തി ഞങ്ങളുടെ പടത്തിൽ മീനു എന്ന ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ചില സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം പ്രണവേട്ടൻ ഫസ്റ്റ് ചെയ്ത ആദിയില് ലാലേട്ടൻ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സിനിമയിലും ലാലേട്ടൻ അങ്ങനെ ക്യാരക്ടർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാനത് ഒരു ചെറിയ കുടുംബചിത്രം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതായതുകൊണ്ടാണ്. ഞാൻ ലാലേട്ടനോടൊരു റിക്വസ്റ്റ് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിന്നായം പോലെ കണ്ടേക്കാം സിനിമയിൽ, അത്രയേ ഉള്ളൂ. ഇവിടെ ലാലേട്ടൻ്റെ ആക്ഷൻ ആയിരിക്കും കൂടുതൽ അതിലോ? അരുൺ ഗോപി പറഞ്ഞ പോലെ എൻ്റെ ആക്ഷൻ ആയിരിക്കും കൂടുതൽ. ആർക്കൊക്കെ ചോദിച്ചോളൂ. ലാലേട്ടനോടാണ് ചോദ്യം. ഇവിടെയാണ് ലാലേട്ട, ഈ സൈഡില്, ഇവിടെയാണ് ഹൈദറിലാണ്. ലാലേട്ടൻ എന്തായാലും ഈ തുടക്കം വിസ്മയ ഗംഭീരമായിട്ട് അഭിനയിക്കേണ്ടത് ആദ്യം പ്രാർത്ഥിക്കുന്നു. ലാലേട്ട, ഈ പ്രണവും വിസ്മയും നേരത്തെ പറഞ്ഞു, 6ാം ക്ലാസ്സിൽ ലാലേട്ടന് ബെസ്റ്റ് ആക്ടർ കിട്ടി, പ്രണവിന് കിട്ടി, വിസ്മയുടെ കാര്യം വരും. വീട്ടിൽ ഏറ്റവും കുറുമ്പുള്ള ഈ 2 പേരിൽ ആരാണ്? ഞാനാണ്. നേരത്തെ ജൂഡിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു വേഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂഡ് അനുമതി തന്നാൽ ലാലേട്ടൻ അഭിനയിക്കുമോ? ഒന്ന് മിന്നി പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അറിയില്ല, ഞങ്ങൾ വിളിച്ച് എനിക്ക് ചാൻസ് ആണ്.
താങ്ക് യു. ലാലേട്ട, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ 3 പേര് ഒരു ഫ്രെയിമിൽ വരുന്ന പോലെ ഒരു സിനിമ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ലാലേട്ടനും പ്രതീക്ഷിച്ചോളൂ, സാധിക്കുമെന്ന് എനിക്കറിയില്ല. പ്രതീക്ഷിക്കുന്നതാണ് എന്താ കുഴപ്പം? അങ്ങനെ സംഭവിക്കട്ടെ. ആഗ്രഹമുണ്ടോ ലാലേട്ടൻ അങ്ങനെ ഒരു സിനിമ? നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അത് സംഭവിക്കുമ്പോഴാണല്ലോ ആഗ്രഹം സഫലീകരിക്കുന്നത്. നമുക്കത് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകണം, ഒരു കഥ ഉണ്ടാകണം. ചുമ്മാ ഒരു കഥ ഉണ്ടാക്കിയിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു കഥ ഉണ്ടാകട്ടെ, അതിനൊരു സംവിധായകൻ ഉണ്ടാകട്ടെ, അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടാകട്ടെ, അങ്ങനെ പറയാൻ പറ്റും. താങ്ക് യു. എനി ക്വസ്റ്റ്യൻസ്? തുടക്കം സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ക്രൂ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വളരെയധികം നന്ദി. ഒരു നല്ല ദിവസമായി മാറട്ടെ. സിനിമ നന്നാവട്ടെ. ഈ സിനിമ മാത്രമല്ല, എല്ലാ സിനിമകളും നന്നായി സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. സോ ഒരു ഫോട്ടോ ഫിനിഷോട് കൂടിയാണ് മാം, ഒരു ഫോട്ടോ ഫിനിഷോട് കൂടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഒരിക്കൽ കൂടി തുടക്കം എന്ന ചിത്രത്തിന്റെ, ആശീർവാദിന്റെ തുടക്കം ചിത്രത്തിന്റെ പൂജയ്ക്കെത്തിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകൾ ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ആശീർവാദ് സിനിമാസിന്റെ ഈ ചിത്രം വിൽ ബി ഡയറക്റ്റഡ് ബൈ ഞങ്ങളുടെ ജൂഡ് ആന്റണി. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ഓൾ മേക്കിംഗ് ഇറ്റ് ടുഡേ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ കീപ്പ് ചെയ്യാം. ഇനി ലാൽ സാറിന് ഒരു ബൊക്കെ നൽകാൻ വേണ്ടി ജെമിനിയുടെ ഭാഗത്തു നിന്ന് ശ്യാം സാറിനെ കൂടി ഞാനൊന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ലാൽ സാറിന് വേണ്ടിയുള്ള ഒരു ബൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ശ്യാം സാറിനെ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ലാൽ സാറിന് വേണ്ടിയുള്ള ഒരു ബൊക്കെ നൽകാൻ വേണ്ടി. സോ ജെമിനിയുടെ ഭാഗത്ത് നിന്ന് ലാൽ സാറിന് ഒരു ബൊക്കെ നൽകാനാണ്. ജെമിനിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ബൊക്കെയാണ്. സോ ഇതോടുകൂടി ബാക്കിയുള്ള ചടങ്ങുകൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ മീഡിയാസിനും സോഷ്യൽ മീഡിയ ഡിജിറ്റൽ പേജസിനും ഒരു വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ മീഡിയയ്ക്ക് വേണ്ടിയുള്ള ടീ സ്നാക്സ് എല്ലാം അപ്പുറത്ത് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു ഹാവ് ആൻഡ് ഗോ. ടീ സ്നാക്സ് എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് എൻജോയ് ചെയ്യണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്.